ഓക്കെ, അപ്പോൾ നമ്മളെ +1 കെമിസ്ട്രിയിലെ ഒരു കോൺസെപ്റ്റാണ് ബാലൻസിങ് ഓഫ് ദ റെഡോക്സ് റിയാക്ഷൻ. അപ്പോൾ ഇത് പല ആൾക്കാർക്കും കുറച്ച് ടഫാന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു പഠിക്കുന്ന കാലത്ത് എനിക്കിത് ഭയങ്കര കഷ്ടമായിട്ട് തോന്നിയിട്ട് എനിക്ക് ആദ്യമായിട്ട് ഈ റെഡോക്സ് റിയാക്ഷൻസ് ഇതിൻ്റെ ബാലൻസ് കറക്റ്റായിട്ട് എന്താണ് ബാലൻസ് ചെയ്യാൻ പറ്റിയത് എന്ന് പറയുന്നത് എന്താണ് പബ്ലിക് എക്സാമിന് ആദ്യമായിട്ട് അതുവരെ മോഡൽ എക്സാം വരെ എന്നോട് തെറ്റിപ്പോയിട്ടുണ്ട്. അതപ്പോൾ കോമഡി എന്ന് പറയുന്നത് ലാസ്റ്റ് മിനിറ്റ് ഓഫ് ദ എക്സാമിലാണ് നമ്മളെ അന്നത്തെ തന്നെ എന്താ പറയുക നമ്മളെ ഈ പറയുന്ന റെഡോക്സ് റിയാക്ഷനിൽ ഏറ്റവും ടഫസ്റ്റ് ആയിട്ടില്ല, അതും ബേസിക് മീഡിയത്തിൻ്റെ ഒരു MnO4- Br+ എന്നെല്ലാം പറഞ്ഞിട്ട് ഒരു ക്വസ്റ്റൻ ആയിരുന്നു. ഡേഞ്ചറസ് ആയിട്ട് ഏറ്റവും ടഫസ്റ്റ് ക്വസ്റ്റനാണ് അന്ന് തരുവാൻ ചെയ്തത്. അപ്പോൾ എന്തായാലും സ്വാഭാവികമായിട്ട് ഞാൻ കുറേ പേടിച്ച് പോയിട്ടുണ്ട്. പക്ഷേങ്കിൽ ഫൈനലി എൻ്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കൈ കൊടുക്കുന്നതിന് ഒരു 30 സെക്കൻഡ് മുമ്പ് ഞാൻ 3 പ്രാവശ്യം മാറ്റി എഴുതിയിട്ട് റിയാക്ഷൻ ലാസ്റ്റ് എന്ത് ചെയ്ത് അതിനെ ബാലൻസ് ആക്കി. അതെനിക്ക് തരുന്നൊരു ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ വേറെ തന്നെയാണ്. അന്ന് മുതൽ എനിക്ക് ഈ ടോപ്പിക്ക് ഇഷ്ടമാണ്. സോ നമുക്ക് നോക്കാം. ഇതിൽ 2 മെത്തേഡ്സ് ഉണ്ട്. അതിൽ ഈ പറയാൻ നമുക്ക് ഇത് വെച്ചിട്ട് തുടങ്ങും. അതായത് അയോൺ ഇലക്ട്രോൺ മെത്തേഡ് അല്ലെങ്കിൽ ഹാഫ് റിയാക്ഷൻ മെത്തേഡ് എന്നാണ് ഫസ്റ്റ് സ്റ്റെപ്പിനെ പറയാം. അതായത് നമുക്ക് വേണ്ടിക്കൽ ഇതിൽ ചെയ്യാം, പക്ഷേ അങ്ങനെ നമുക്ക് വേണ്ടിക്ക് ചെയ്യാന്നല്ല, ക്വസ്റ്റ്യൻ പേപ്പറിൽ കറക്റ്റായിട്ട് പറയും. ബാലൻസ് ദ ഫോളോയിങ് റെഡോക്സ് റിയാക്ഷൻ യൂസിങ് ഒന്നിക്കൽ അയോൺ ഇലക്ട്രോൺ മെത്തേഡ്, അല്ലെങ്കിൽ അതിൻ്റെ വേറെ പേരാണ് ഹാഫ് റിയാക്ഷൻ മെത്തേഡ്, അല്ലെങ്കിൽ എന്താ പറയുക യൂസിങ് ഓക്സിഡേഷൻ നമ്പർ മെത്തേഡ്. അപ്പോൾ ഇതിലെന്ത് ക്വസ്റ്റ്യനിൽ എന്താണോ പറയുന്നത് അതേ മെത്തേഡ് വെച്ചിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, അതിന് ചെയ്ത് കാണിച്ചു കൊടുക്കണം. അപ്പോൾ നമുക്ക് ഇതറിയാം മറ്റേ മെത്തേഡ് അറിയില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് തന്നെ ചെയ്യണം, മറ്റേത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റേത് തന്നെ ചെയ്യണം. അതിൽ യാതൊരു ഇതിൽ എക്സ്ക്യൂസ് ഇല്ല. അപ്പോൾ 2 മെത്തേഡും കറക്റ്റായിട്ട് നമ്മൾ പഠിച്ചേ പറ്റുള്ളൂ. നമുക്കെല്ലാം ചെയ്ത് നോക്കാം. ഈ പറഞ്ഞ ഫസ്റ്റ് മെത്തേഡ്. ഇതിൻ്റെ ഞാൻ കുറച്ച് റൂൾസ് അല്ലെങ്കിൽ ഇതിൻ്റെ കുറച്ച് സ്റ്റെപ്സാണ് ഞാൻ പറഞ്ഞു തരുമ്പോൾ 2 മെത്തേഡിൻ്റെയും എന്ന് പറയേണ്ടത് ഈ അയോൺ ഇലക്ട്രോണും ഓക്സിഡേഷൻ നമ്പറും. നമുക്ക് അടുത്ത വീഡിയോയിൽ ഞാൻ എന്ത് ചെയ്യും, ഇതിൻ്റെ വെച്ചിട്ട് ഒരു എക്സാമ്പിൾ ഒരു ക്വസ്റ്റ്യൻ വെച്ചിട്ട് ഞാൻ കാണിച്ചു തരും. എനിക്കൊരു ടഫ് ക്വസ്റ്റ്യൻ തന്നെ ഞാൻ എടുക്കുക. അതേപോലെ ഇതിൽ ഈ ഓക്സിഡേഷൻ നമ്പറിൽ ഞാൻ ഏത് ക്വസ്റ്റ്യൻ എടുക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ എന്നെ ഏറ്റവും കൂടുതൽ കുഴപ്പിച്ച, അതായത് ഞാൻ എൻ്റെ പഠിക്കുന്ന കാലത്ത് +1 കെമിസ്ട്രി പബ്ലിക് എക്സാമിന് വന്ന ആ ഒരു ക്വസ്റ്റ്യന് ഏറ്റവും ടഫസ്റ്റ് ക്വസ്റ്റ്യൻ ഓഫ് ഓക്സിഡേഷൻ നമ്പർ, അത് പഠിച്ചാൽ തന്നെ ഏകദേശം നിങ്ങൾക്ക് എല്ലാ മെത്തേഡും എന്നാൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഏത് ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും. അതാണ് ടഫ് ക്വസ്റ്റ്യൻ ചെയ്യുന്നതിലെ ടഫ് ക്വസ്റ്റ്യൻ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ എളുപ്പത്തിൽ ഏത് ചോദ്യം പിന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ബട്ട് ആ ക്വസ്റ്റ്യൻ ഞാൻ ചെയ്ത ക്വസ്റ്റ്യൻ ആയിരിക്കും നിങ്ങൾക്ക് ഞാൻ അതിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇന്ന് നമുക്ക് റൂൾസ് നോക്കാം. ഈ അയോൺ ഇലക്ട്രോൺ മെത്തേഡിൻ്റെ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറയുന്നത്, ഇപ്പോൾ നമുക്ക് ഇതിനൊരു റിയാക്ഷൻ തന്നിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ Cr2O7 2- +16 ഇലക്ട്രോൺ സംതിങ് എൽസ് ഗിവിങ് 2Cr3+ പിന്നെന്താ ഇവിടെ ഒരു NaOH നേരം ചേർത്ത് കഴിഞ്ഞാൽ Na2+, അങ്ങനെല്ലാം പറഞ്ഞിട്ട് എന്തെങ്കിലും ഉണ്ടാവും. നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് അറിയുന്ന കോൺസെപ്റ്റാണ് ഓക്സിഡേഷനും റിഡക്ഷനും. ഓക്സിഡേഷൻ എന്ന് പറയുമ്പോൾ ഓക്സിഡേഷൻ നമ്പർ കൂടുന്നതിനാണ് നമ്മൾ പൊതുവെ ഇപ്പോഴത്തെ സ്റ്റാൻഡേർഡ് നമ്മളെ കോൺസെപ്റ്റ് പ്രകാരം ഓക്സിഡേഷൻ നമ്പർ ഓക്സിഡേഷനായിട്ട് കൂട്ടുന്നത് പ്രോസസ്സായിട്ട്. അപ്പോൾ ഓക്സിഡേഷൻ നമ്പർ കൂടുതൽ ഓക്സിഡേഷൻ എന്ന് പറയും. ഈ റിഡക്ഷൻ എന്ന് പറയുമ്പോൾ ഓക്സിഡേഷൻ നമ്പർ കുറയുന്ന പ്രോസസ്സ്. അപ്പോൾ നമ്മൾ നോക്കുക ഇതിലേത് ഏടുന്നിടത്തും വരെ പോകുമ്പോഴാണ് റിഡക്ഷൻ നടക്കുന്നത്, ഏടുന്നിടത്തും വരെ പോകുമ്പോഴാണ് ഓക്സിഡേഷൻ നടക്കുന്നത്. എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മുടെ പേജിൻ്റെ ഇങ്ങനെ ഒരു പേജാണെങ്കിൽ ഇതിനെ എന്ന് പറയുന്നത് 2 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഇവിടെ ഓക്സിഡേഷൻ ഹാഫ് എന്ന് പറഞ്ഞിട്ട് എഴുതുക, ഇവിടെ റിഡക്ഷൻ ഹാഫ് എന്ന് പറഞ്ഞിട്ട് എഴുതുക. എന്നിട്ട് ഇവിടെ എന്തെങ്കിലും എഴുതി കൊടുക്കണം. ഇതിൻ്റെ ഫസ്റ്റ് എഴുതേണ്ട കാര്യം എന്താ, നമ്മൾ ഇവിടെ ഓക്സിഡേഷൻ ചെയ്യുമ്പോൾ നമുക്ക് ഒരു സംഭവം കിട്ടുമല്ലോ. ഇതിപ്പോൾ ഇതത്തെ സ്റ്റേജിലേക്ക് ഇതിപ്പോൾ ഓക്സിജൻ ഇപ്പം ഇവിടെ 2- വെക്കുന്നത്. അപ്പോൾ ഇത് -14, അപ്പോൾ ഇത് +12 വെക്കണം. എന്നാലും 12 - 14 -2 കിട്ടും. അപ്പോൾ +12. അല്ലെങ്കിൽ ഒരു ക്രോമിയത്തിൻ്റെ ചാർജ് എന്ന് പറയുമ്പോൾ +6. അപ്പോൾ ഇതെന്തായി മാറി, ഇത് +3 ആയിട്ട് മാറി. അപ്പോൾ നിങ്ങൾ നോക്ക് +6 എന്നുള്ളത് +3 ആയിട്ട് മാറി. അപ്പോൾ 6 - 3 ചാർജ് കുറയില്ല ഇത്. അപ്പോൾ ഇത് റിഡക്ഷൻ ഹാഫ്. അപ്പോൾ ഈ റിയാക്ഷൻ അതായത് Cr2O7 2- ഗിവിങ് 2Cr3+. അപ്പോൾ ഇതെന്ത് ചെയ്യണം, ഇത് നേരെ ഈ ഹാഫ് എടുത്തിട്ട് ഇതിനെ ഒരു പകുതി എന്ന് പറയാം. ഈ പകുതിനെ എടുത്തിട്ട് നേരെ ഇവിടെ അങ്ങ് കട്ട് ആൻഡ് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. അതേപോലെ ഇവിടെ ഈ പറഞ്ഞ ഇവിടെ വേറെ കോമ്പൗണ്ട് എടുക്കാം. H2O2 ആയിട്ട് ആയിക്കോട്ടെ. പിന്നെ ഇവിടെ എന്തുണ്ട് H2O. അപ്പോൾ ഇവിടെ -2 +1. ഇവിടെ ഈ ഹൈഡ്രജൻ പെറോക്സൈഡിൻ്റെ ചാർജ് -1. അപ്പോൾ -1 എന്തായി മാറി, -2 ആയിട്ട് മാറി. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും എടുത്താൽ വേറെ ഇത് കോമ്പൗണ്ട് ഇപ്പോൾ എടുക്കുക. അതായത് ഈ ഓക്സിഡേഷൻ കാണിക്കേണ്ടിയിട്ട് Mn2+. ഇവിടെ ഞാൻ തൽക്കാലത്തേക്ക് എന്ന് പറയുന്നത് റിയൽ എക്സാമ്പിൾ അല്ലേ, നിങ്ങൾക്കൊന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരണ്ടിട്ട് Mn2+, Mn5+ ആയിട്ട് മാറുന്ന തൽക്കാലത്തേക്ക് വെറുതെ വിചാരിക്കുക. ഇവിടെ +2 എന്നുള്ളത് +5 ആയിട്ട് മാറി. അപ്പോൾ ഇവിടെ ഓക്സിഡേഷൻ ഹാഫ്. അപ്പോൾ ഇങ്ങനത്തെ ഈ സാധനത്തിന് എന്ത് ചെയ്യുക, നേരെ കട്ട് ആൻഡ് പേസ്റ്റ് ചെയ്തിട്ട് ഈ ഓക്സിഡേഷൻ ഹാഫിലങ്ങ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഇവിടെ നിന്നാണ് ഇനി നമ്മൾ മൊത്തം കളിയും തുടങ്ങുന്നത്. അപ്പോൾ നമ്മൾ ഈ ഹാഫിന് ഇങ്ങനെ ഇവിടുന്ന് ഇങ്ങനെ എന്ന് പറയേണ്ടത് സോൾവ് ചെയ്ത് തരും. റിഡക്ഷൻ ഇങ്ങനെ പാരലലായിട്ട് അതും ഇങ്ങനെ സോൾവ് ചെയ്ത് തരും. ലാസ്റ്റ്
എല്ലാം ശരിയായി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, ഇതിനെ എന്ത് ചെയ്യും, ഈ രണ്ടിലെ റിയാക്ഷൻസ് നമ്മൾ ഒരുമിച്ചിട്ട് എഴുതിയിട്ട്, അതായത് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ എഴുതേണ്ടതല്ല ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ, റൈറ്റ് ഹാൻഡ് സൈഡിൽ എഴുതേണ്ടതല്ല റൈറ്റ് ഹാൻഡ് സൈഡ്. എന്നിട്ട് നമ്മൾ ഒന്നും കൂടി ഈ മുറിച്ച സാധനത്തിനെ വീണ്ടും എന്ന് പറയുന്നത് മുറിച്ച 2 പീസ് ഓഫ് കേക്കിനെ വീണ്ടും ഒരുമിച്ചിട്ടാക്കിയിട്ട് വലിയ പീസ് ഓഫ് കേക്ക് ആക്കി മാറ്റി. ഇതാണ് ഹാഫ് റിയാക്ഷനിലെ അയോൺ ഇലക്ട്രോൺ മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക, ഫസ്റ്റ് സ്റ്റെപ്പിൽ സ്പ്ലിറ്റ് ദ റിയാക്ഷൻ ഇൻറ്റു 2 ഹാഫ് റിയാക്ഷൻ. അപ്പോൾ ഓക്സിഡേഷൻ ഹാഫായിട്ട് സ്പ്ലിറ്റ് ചെയ്യുക, റിഡക്ഷൻ ഹാഫായിട്ട് സ്പ്ലിറ്റ് ചെയ്യുക. ഞാൻ പറഞ്ഞ മാതിരി ചെയ്യാം. എന്നിട്ട് എന്താണ്, ഹൈഡ്രജനും ഓക്സിജനും, അതായത് ഏതെങ്കിലും കോമ്പൗണ്ടിൽ ഹൈഡ്രജൻ ഓക്സിജൻ അവർ തുടയെ നിൽക്കരുത്. ഇപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ എന്ത് ചെയ്യുക, സെക്കൻഡ് സ്റ്റെപ്പിൽ നമ്മൾ എല്ലാ ആറ്റങ്ങളെയും ബാലൻസ് ചെയ്യുക. അതായത് അവർ സ്റ്റോയിഷ്യോമെട്രി ശരിയല്ലെങ്കിൽ ഇവിടെ ഇപ്പോൾ എന്താ വെറുതെ CR3+ ഇതിൻ്റെ കാര്യം നടക്കും ഇല്ലല്ലോ. ഇവിടെ എന്തുണ്ട്, 2 ക്രോമിയം ഉണ്ട്. അപ്പോൾ അതിൻ്റെ സ്റ്റോയിഷ്യോമെട്രി പകരം ഇവിടെ 2 CR3+ എഴുതിയേ പറ്റുള്ളൂ. സ്റ്റോയിഷ്യോമെട്രി ബാലൻസ് ചെയ്യുക. അപ്പോൾ അതെല്ലാം കറക്റ്റായിട്ട് നിങ്ങൾ ചെയ്യുക. ആര് തുടരുത്, ഹൈഡ്രജനും ഓക്സിജനും തുടയാൻ നിൽക്കരുത് ഹാഫ് റിയാക്ഷൻ. അപ്പോൾ നമ്മൾ ഇവിടെയും അത് ചെയ്ത് കൊടുക്കുക. ഇവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നമ്മൾ എന്താ പറയുക, ക്വസ്റ്റ്യനിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ആണ് നമ്മളത് തിരുത്തി കൊടുക്കുക. നമ്മളല്ല എന്താണ് നല്ല അനുസരണയുള്ള കുട്ടികളാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കണം, പ്രതിബദ്ധരായ കുട്ടികളാകുമ്പോൾ നമ്മൾ അവരെന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റുമ്പോൾ നമ്മൾ ശരിയാക്കി കൊടുക്കണ്ടേ, അപ്പോൾ അത് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം മൂന്നാമത്തെ സ്റ്റെപ്പിൽ ഓക്സിജനെ ബാലൻസ് ചെയ്യുക. എങ്ങനെ ഓക്സിജനെ ബാലൻസ് ചെയ്യുക, ഇപ്പോൾ ഒരു സൈഡിൽ എന്താണ് 2 ഓക്സിജൻ്റെ ആറ്റംസ് ആയില്ലത്, 2 ഓക്സിജൻ്റെ ആറ്റംസ് ഉണ്ട് O2. മറ്റേ സൈഡിൽ ഓക്സിജൻ ഒന്നും ഇല്ല. അപ്പോൾ നമ്മളെന്താ ചെയ്യുക, വാട്ടർ ആഡ് ചെയ്യും. ഇത് മതിയോ, ഇത് പോരാലോ. എന്താ ഇവിടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ 2 ഓക്സിജൻ ഉണ്ട്. പക്ഷേ ഇവിടെ എന്താ സ്ഥിതി, ഇവിടെ ഒറ്റൊരു ഓക്സിജൻ അല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, 2 മോൾസ് ഓഫ് വാട്ടർ എടുക്കണം. 2 മോൾസ് ഓഫ് വാട്ടർ എടുക്കുമ്പോൾ 2 ഇൻറ്റു ഇവിടെ എന്ത് ഓക്സിജൻ ഉണ്ട്. അപ്പോൾ 2 ഓക്സിജൻ. അപ്പോൾ റൈറ്റ് ഹാൻഡ് സൈഡിൽ ഓക്സിജൻ ആറ്റംസ് ഈക്വലായി, ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഈക്വലായി. അതേപോലെ ഇവിടെ ഇപ്പോൾ ഒരു O4 ആണെങ്കിലോ, അപ്പോൾ എന്തെങ്കിലും ചെയ്യുക, ഇവിടെ ഇപ്പോൾ 4 എടുക്കേണ്ടി വരും. അപ്പോൾ 4 ഓക്സിജൻ 4 മോൾസ് വാട്ടർ എടുക്കേണ്ടി വരും. അപ്പോൾ വാട്ടർ വെച്ചിട്ട് ഓക്സിജൻ എണ്ണം ബാലൻസ് ചെയ്യുക. അതിനുശേഷം 4ാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ ഹൈഡ്രജനെ ബാലൻസ് ചെയ്യുക. ഇവിടെ എന്താ വേറെ പ്രശ്നം വന്നത്, ഇപ്പോൾ O2 ഇവിടെ നമ്മൾ 2 മോൾസ് വാട്ടർ എടുത്ത്, അപ്പോൾ 2. പക്ഷേ ഇവിടെ വേറൊരു പ്രശ്നം വന്നില്ല. ഇവിടെ ഇല്ലാത്തൊരു ആരായിരുന്നു ഈ പറയുന്നത്. ഇപ്പോൾ റൈറ്റ് ഹാൻഡ് സൈഡിൽ വേറൊരു ഇടങ്ങാറായിട്ട് ആര് വന്ന്, അതായത് 2 × 2, അതായത് 4H+ എന്ന് പറയുന്നൊരു കോമ്പൗണ്ട് വന്ന്. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നം പറ്റി. അപ്പോൾ ഇവിടെ 4 ഹൈഡ്രജൻ ഇല്ല. ഇവിടെ 4 ഹൈഡ്രജൻ്റെ ബാലൻസ് ചെയ്യേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, അപ്പുറത്തെ സൈഡിൽ, അതായത് ഇവിടെ ഇപ്പോൾ 4 ഹൈഡ്രജൻ ഉണ്ടല്ലോ, അതിനെ ബാലൻസ് ചെയ്യേണ്ടിയിട്ട്, അതായത് റൈറ്റ് ഹാൻഡ് സൈഡിലാണ് ഇതില്ലെങ്കിൽ നമ്മൾ ലെഫ്റ്റ്, അത് എന്ന് പറയേണ്ടത് റൈറ്റ് ഹാൻഡ് സൈഡിലാണ് വാട്ടർ ആഡ് ചെയ്യണമെന്നൊരു നിർബന്ധമില്ല. അത് നമ്മൾ നോക്കിയിട്ട്, അതായത് ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, വേണ്ടിക്കിൽ ഇവിടെയും ആഡ് ചെയ്യാം, ഇവിടെയും ആഡ്, അത് സിറ്റുവേഷൻ നോക്കി നിങ്ങൾ മാറ്റി കൊടുക്കണം. ഇനിയിപ്പോൾ തൽക്കാലത്തേക്ക് റൈറ്റ് ഹാൻഡ് സൈഡിലുണ്ട്. ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഞാൻ എന്താ 4H+ വെച്ചിട്ട്, അതായത് ആസിഡ് മീഡിയം കാണിക്കണ്ടില്ലേ, 4H+ വെച്ചിട്ട് എന്ത് ചെയ്ത് ഈ പറഞ്ഞ എഴുതി. അത് ആസിഡിക് മീഡിയം, അതിലേക്ക് ക്വസ്റ്റ്യനിൽ ഇങ്ങനെ കൊടുത്തിട്ടുണ്ടാവും എന്താണ്, ഇൻ ആസിഡ് മീഡിയം അല്ലെങ്കിൽ ഇൻ ബേസിക് മീഡിയം. അപ്പോൾ ആസിഡ് മീഡിയം ആണെങ്കിൽ H+ വെച്ചിട്ട് ബാലൻസ് ചെയ്യണം. ഇനി ബേസിക് മീഡിയം ആണെങ്കിൽ OH- അതിന് കണക്കായിട്ട് ആഡ് ചെയ്തിട്ട് അതും ബാലൻസ് ചെയ്യണം. അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. 5ാമത്തെ സ്റ്റെപ്പിൽ ബാലൻസ് ദ ചാർജ്. രണ്ടിലെന്താ, അപ്പോൾ ചാർജിൻ്റെ ചില വ്യത്യാസമില്ല. അവർ ചാർജിന് അപ്പോൾ എന്താ ചെയ്യേണ്ടത്, അതായത് ഇലക്ട്രോൺസിനെ ആഡ് ചെയ്യുക. അതായത് എന്താണ് ഏടിയാണോ, അതായത് എന്താ പറയുക, ചാർജ് ഏടിയ ബാലൻസ് ഇല്ലാത്ത അവിടെ എക്സ്ട്രാ ഇലക്ട്രോൺസിനെ ആഡ് ചെയ്തുകൊണ്ട് ചാർജിനെ ബാലൻസ് ചെയ്യുക. ഇപ്പോൾ 1 ഇലക്ട്രോൺ അല്ലെങ്കിൽ 2 ഇലക്ട്രോൺ അല്ലെങ്കിൽ 10 ഇലക്ട്രോൺ എല്ലാം കൊടുത്തിട്ട് ചാർജിനെ ബാലൻസ് ചെയ്യുക. അടുത്തത് 6ാമത്തെ സ്റ്റെപ്പ് ഈക്വലൈസ് ഇലക്ട്രോൺ ട്രാൻസ്ഫർ. നമ്മളിത് പുതുതായിട്ട് ആഡ് ചെയ്ത ചാർജ് ആണല്ലോ. അപ്പോൾ ഇതിനെ ബാലൻസ് ചെയ്യേണ്ടിയിട്ട് എന്താണ്, ഇവിടെ ഇപ്പോൾ അതായത് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഒരു 5 ചാർജും റൈറ്റ് ഹാൻഡ് സൈഡിൽ ഒരു 10 ചാർജ് നമ്മൾ എന്താ ചെയ്യുക, അപ്പോൾ റൈറ്റ് ഹാൻഡ് സൈഡിൽ ഒരു 2 എന്ന് പറയുന്ന കോഫിഷ്യനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇതിനെ 2 × 5 10 ആക്കും. അപ്പോൾ ഇവിടെ 2 കണക്കും. അപ്പോൾ എന്താണ്, ഇവിടെ ഇപ്പോൾ എന്തുണ്ട്, ഒരു 2 CR2O7 2- ഉണ്ട്. അപ്പോൾ വെറുതെ നമുക്ക് 2 ഇതിന് മാത്രം മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, എല്ലാ ടേംസിലും അപ്പോൾ ഇവിടെ മൾട്ടിപ്ലൈ ആണ്. അപ്പോൾ 2 CR2. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു മാറ്റം വരുത്തും, അതിനാണെങ്കിൽ ഇവിടെ അത് അവിടെ മാറ്റം വരണം. അതാണ് 6th സ്റ്റെപ്പ്. 7th സ്റ്റെപ്പ് ആഡ് ഹാഫ് റിയാക്ഷൻസ്. എന്നിട്ട് എന്ത് ചെയ്യുക, അപ്പോഴത്തേക്ക് നിങ്ങളിങ്ങനെ ഓരോന്ന് 2 സൈഡിലും അതിൻ്റെ ഹൈഡ്രജനെ ബാലൻസ് ചെയ്യുന്നു, ഇപ്പുറത്തും ഹൈഡ്രജൻ ഓക്സിജൻ എല്ലാം ബാലൻസ് ചെയ്യുന്നു, ഇവിടെയും ഹൈഡ്രജൻ ഓക്സിജൻ എല്ലാം ബാലൻസ് ചെയ്ത് ലാസ്റ്റ് സുനാപ്പിളി കിട്ടുമ്പോൾ എന്താ, എല്ലാം കൂടി 2 അങ്ങ് ആഡ് ചെയ്യുക. ഇത് ഒരു റിയാക്ഷൻ കിട്ടിയിട്ടുണ്ടോ, ഇവിടെ ഒരു റിയാക്ഷൻ കിട്ടിയിട്ട് 2 കൂടി ആഡ് ചെയ്യുക. എന്നിട്ട് കോമൺ ആയിട്ട് വരുന്ന ടേംസ് എല്ലാം ഇപ്പുറത്തെ സൈഡെല്ലാം ഒരേപോലെ വരുന്ന ടേംസിനെല്ലാം എല്ലാം ക്യാൻസൽ ചെയ്ത് കളയുക. എന്നിട്ട് ലാസ്റ്റ് എന്താണ്, അതെങ്ങനെയാണ് റിയാക്ഷൻ ബാലൻസ്ഡ് ആയെന്ന് അറിയാം. നമ്മൾ ആറ്റംസ് എല്ലാം ബാലൻസ്ഡ് ആണെങ്കിൽ ഇപ്പുറത്തെ സൈഡിൽ കോഎഫിഷ്യൻസ് എല്ലാം ബാലൻസ്ഡ് ചാർജ് എല്ലാം കണക്കാണെങ്കിൽ എന്ത് ചെയ്യുക, ഒന്നാമത്തത് ആറ്റംസിൻ്റെ എണ്ണം കണക്കാണ് നോക്കണം. അതേപോലെ ചാർജും ഈക്വലാണ്. ഇത് 2 ഈക്വലാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. വി ഹാവ് ഫൈനലി എന്താണ് ഗോട്ട് ദ റെഡ്യൂസ്ഡ് അല്ലെങ്കിൽ എന്താ പറയുക ബാലൻസ്ഡ് ഫോം ഓഫ് ദ റെഡോക്സ് റിയാക്ഷൻ. ഇങ്ങനെയാണ് നമ്മൾ എന്ത് വെച്ചിട്ട് ചെയ്യുക, അയോൺ ഇലക്ട്രോൺ മെത്തേഡ് വെച്ചിട്ട് ചെയ്യാം. നമുക്ക് ഇനി ഓക്സിഡേഷൻ നമ്പർ മെത്തേഡ് നോക്കാം. മറ്റേ ഹാഫ് റിയാക്ഷൻ എന്ന് ഞാൻ പറയില്ല, കുറച്ചും കൂടി എളുപ്പ സൈഡിലാണ്. പക്ഷേ ഓക്സിഡേഷൻ നമ്പർ കുറച്ചും കൂടി കൺഫ്യൂസിങ് ആണ്. എന്നെ ഏറ്റവും കൂടുതൽ ഞാൻ കുറേ ക്വസ്റ്റ്യൻസ് എത്രമാത്രം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തിട്ട് പോലും എനിക്കിത് ശരിയായിട്ടില്ല. അത്രമാത്രം കഷ്ടപ്പെട്ടു അതിന്. പക്ഷെ എന്തോ ദൈവത്തിൻ്റെ ഭാഗ്യത്തിന് വീരോചിതമായ പോരാട്ടത്തിനൊടുവിൽ അവസാനം എന്താ പറയേണ്ടത് 30 സെക്കൻഡ്സ്, അതായത് ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുക വാങ്ങുന്ന ആൾ എന്ന് പറയേണ്ടത് ആ ടീച്ചർ ഇങ്ങനെ എൻ്റെ അടുത്തേക്ക് വരുമ്പോഴാണ് ലാസ്റ്റ് മിനിറ്റിലാണ് ഞാൻ എന്താണ്
ഈ പറഞ്ഞ ആ റിയാക്ഷൻ കംപ്ലീറ്റ് ബാലൻസ് ചെയ്തിട്ട് അന്ന് എന്താണ് ഒരു യോദ്ധാവിനെ പോലെ ഒരു വാറിയറിനെ പോലെ ഞാൻ ആ എക്സാമ്പിളിൽ നിന്ന് പുറത്തിറങ്ങി. കാരണം അതിലും വലിയ സന്തോഷം എനിക്ക് വരില്ല. ഒരു പ്രാവശ്യം എഴുതി തെറ്റിപ്പോയി, രണ്ടാമത്തെ പ്രാവശ്യം എഴുതി തെറ്റിപ്പോയി, ലാസ്റ്റ് എക്സാം തീരെ 30 സെക്കൻഡിൽ ഇപ്പോൾ ബാക്കിയില്ല. അപ്പോൾ ഞാൻ വീണ്ടും ഒരു മൂന്നാമത്തെ പ്രാവശ്യം എന്താണ് ഒന്നും കൂടി ശ്രമിച്ചു നോക്കി. അത് തെറ്റുന്ന പ്രതീക്ഷയാണ്. പക്ഷേ അവസാനത്തെ ആ ഒരു 5 സെക്കൻഡ് പോവും ശരിയായി. എങ്ങനെയോ ശരിയാന്ന് എങ്ങനെ അത് ശരിയാണെന്നില്ല എനിക്കത് അതൊന്ന് വിശേഷിപ്പിക്കാൻ പറ്റുന്നില്ല. പക്ഷേ എങ്ങനെയൊക്കെ ശരിയായി, അതാണ് അത്ര അറിഞ്ഞാൽ മതി. അപ്പോൾ ഇതാണ് ഓക്സിഡേഷൻ നമ്പർ മെത്തേഡ് എന്ന് പറയുന്നത്. അതായത് ആദ്യം എന്ത് ചെയ്യുക, ഇത് നിങ്ങൾ എന്താണ് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഒരു വേറെ ഭാഗം ഇങ്ങനെ ഒരു വേറെ ഭാഗം എന്നൊന്നും പറഞ്ഞ് ചെയ്യേണ്ട. ഒറ്റ റിയാക്ഷൻ എഴുതുക, അതിൽ നമുക്ക് ബാക്കി മൊത്തം കളിക്കുക. എന്താ അസൈൻ ഓക്സിഡേഷൻ നമ്പർ ടു ഓൾ എലമെൻറ്റ്സ്. പേര് തന്നെ ഉണ്ടല്ലോ, എല്ലാത്തിനും എന്ത് ചെയ്യുക, അതിൻ്റെ ഓക്സിഡേഷൻ നമ്പർ എല്ലാത്തിനും ഇട്ട് കൊടുക്കുക. അതേപോലെ ഐഡൻറ്റിഫൈ ഓക്സിഡേഷൻ ആൻഡ് റിഡക്ഷൻ. അപ്പോൾ എന്താ അതിൽ ഒരു സ്പീഷീസ് അതായത് ഓക്സിഡേഷനിലൂടെ കടന്നു പോകുന്നുണ്ടോ, മറ്റേത് റിഡക്ഷനിലൂടെ കടന്നുണ്ട്. അത് നിങ്ങൾ വെറുതെ ഇങ്ങനെ ഒരു ആറോ വെച്ചിട്ട് ഇത് റിഡക്ഷന് അതേപോലെ ഇത് ഓക്സിഡേഷൻ എന്നെല്ലാം പറഞ്ഞിട്ട് വെറുതെ ഒന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് അണ്ടർസ്റ്റാൻഡിങ്ങിന് ഇങ്ങനെ ഒന്ന് കണ്ടുപിടിച്ച് നോക്കുക. സ്റ്റെപ്പ് 3 ഫൈൻഡ് ചേഞ്ച് ഇൻ ഓക്സിഡേഷൻ നമ്പർ. അപ്പോൾ എന്താ ഫോർ ഓക്സിഡൈസ്ഡ് ആൻഡ് റെഡ്യൂസ്ഡ്, അതായത് എത്രത്തോളം അതായത് ഇപ്പോൾ ഒരു MN 7+ എന്നുള്ളത് ഒരു MN 2+ ആയി മാറി. അപ്പോൾ നിങ്ങൾ നോക്കുക ഇവിടെ എത്രത്തോളം ഓക്സിഡേഷൻ നമ്പറിൽ ചേഞ്ച് ചെയ്ത്, അതായത് ഈ 7 2 കുറച്ചാൽ മതി കേട്ടോ. 7 2 കുറച്ചാൽ എത്രയാണ് 5. അപ്പോൾ അതാണ് സ്ഥിതി 5. അതേപോലെ ഇപ്പോൾ ഒരു എന്തായാലും ഞാൻ തൽക്കാലത്തേക്ക് പറയാം ഏത് എക്സാമ്പിൾ എടുക്കുമോ. ഞാനിപ്പോൾ CR272- എല്ലാം ഒക്കെ പോട്ടെ. ഏതെങ്കിലും ഒരു കോമ്പൗണ്ട് ഒരു എന്താണ് H2+ ആയിട്ട് വരുന്ന കോമ്പൗണ്ട് വെറും H0 ആയിട്ട് മാറി. അപ്പോൾ എന്താ ഇവിടുത്തെ ഡിഫറൻസ് 2 - 0 2. അപ്പോൾ ഇങ്ങനെയെല്ലാം കിട്ടുമല്ലോ സംഭവം. അപ്പോൾ ഈ സംഭവം കണക്ക് കൂട്ടി വെക്കുക. എന്നിട്ട് ഈക്വലൈസ് ടോട്ടൽ ഇൻക്രീസ് ആൻഡ് ഡിക്രീസ് ഇൻ ഓക്സിഡേഷൻ നമ്പർ. അപ്പോൾ ഇവിടെ ചില ഏറ്റക്കുറച്ചുകളില്ലേ വരും. അപ്പോൾ എന്താ ചെയ്യേണ്ടത്, ഇവിടെ ഇപ്പോൾ 5 ഇവിടെ ഇപ്പോൾ 2. അപ്പോൾ എന്താ ചെയ്യുക, നമ്മളിതിങ്ങനെ ബാലൻസ് ചെയ്യുക. ഒരു കാര്യം ചെയ്താൽ മതി, ഇതിനാ ഒരു 2 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ഇതിനൊരു 5 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ഇവിടെ 10 ആയി, ഇവിടെയും 10 ആയി. അല്ലാണ്ട് ഇതിന് രണ്ടിന് കോമൺ ആയിട്ട് എന്താണ് ഇതിപ്പോൾ ലൈക്കിനോ ഇതാ ഞാൻ പറയണ്ടേ, ഇപ്പോൾ 8ഉം 4 ആണെങ്കിൽ ജസ്റ്റ് എന്താ ചെയ്താൽ മതി, ഇതിനൊരു 2നെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. പക്ഷേ എന്താണ് അതപ്പോൾ ജസ്റ്റ് ഇവിടെ ഒരു 2നെ കൊണ്ട് മാത്രം മൾട്ടിപ്ലൈ ചെയ്ത് ഇവിടെ 8 ആയിക്കോളും. പക്ഷേ ഇവിടെ എന്ത് ചെയ്യാൻ പറ്റില്ല, ഇപ്പോൾ 5 എന്താ പറയേണ്ടത് 2 എല്ലാം വരുമ്പോൾ നമുക്ക് പിന്നെ അതിന് കണക്കായിട്ട് നമ്മൾ എന്താ പറയേണ്ടത് ഈ കോഫിഷ്യനെ കൊണ്ട് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുക, ഈ കോഫിഷ്യനെ കൊണ്ട് ഇവിടെ മൾട്ടിപ്ലൈ, അന്നേരം 2 ഈക്വൽ ആവും. അത് ജസ്റ്റ് ബേസിക് മാത്തമാറ്റിക്സ് ആണ്. രണ്ടും കൂടി ഈക്വൽ ആക്കാൻ വേണ്ടി ശ്രമിക്കുക. എന്നിട്ട് 5 × 2 2 × 5. അപ്പോൾ എന്താ ഇവിടെയും 10 ആയി, ഇവിടെയും 10 ആയി. അപ്പോൾ അത് ബാലൻസ് ചെയ്യുക. നമ്മളെ എന്താണ് ഇത് ആക്ച്വലി മാത്തമാറ്റിക്സ് ആണ് സംഭവം ചെയ്യുക. എന്നിട്ട് ഇത് ചെയ്ത ശേഷം അതായത് ഈ സംഭവം കോഎഫിഷ്യന്റ് ബാലൻസ്ഡ് ആവുന്നില്ല, വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ഇതിൽ നമ്മൾ ഓക്സിജനും ഹൈഡ്രജനും എല്ലാം വരുന്നുണ്ട്, അതിൻ്റെ ആറ്റംസിന് എണ്ണെല്ലാം വരുന്നുണ്ട്. നമ്മളിതിങ്ങനെ ആ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ അത് കൃത്യമായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ, അല്ലെങ്കിൽ മൊത്തം ആൻസർ തെറ്റിപ്പോവും. 5ാമത്തെ സ്റ്റെപ്പിൽ ബാലൻസ് ഓക്സിജൻ ആറ്റംസ്. നമ്മൾ ഇവിടെ എന്താ കണ്ടത്, ഇവിടെ ഓക്സിജൻ എന്താണ് വെള്ളം ആഡ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഈ പറഞ്ഞ ഓക്സിജൻ ആറ്റംസ് ബാലൻസ് ചെയ്യുക. അതേപോലെ ഈ പറഞ്ഞ നമ്മൾ എന്നിട്ട് എന്ത് ചെയ്യുക, ഹൈഡ്രജനെ ബാലൻസ് ചെയ്യുമ്പോൾ H+ ആഡ് ചെയ്യുക, അല്ലെങ്കിൽ OH- ആഡ് ചെയ്യുക. ഇതിൻ്റെ ലാസ്റ്റ് സ്റ്റെപ്പിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, അതായത് ഞാൻ പേഴ്സണൽ എൻ്റെ പ്രോ ടിപ്പ് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഓക്സിഡേഷൻ നമ്പർ മെത്തേഡ് വെച്ചിട്ട് ആൻസർ ശരിയാണോ ചെക്ക് ചെയ്യണമെങ്കിൽ, അതായത് നിങ്ങൾ ഇന്ന ചെയ്യേണ്ടത് സിമ്പിൾ കാര്യം ചെയ്താൽ മതി. റൈറ്റ് ഹാൻഡ് സൈഡിലെ ഓക്സിജൻ ആറ്റംസിൻ്റെ നമ്പർ ഓഫ് ഓക്സിജൻ ആറ്റംസും അതേപോലെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലെ നമ്പർ ഓഫ് ഓക്സിജൻ ആറ്റംസ്, അതായത് ഈ ഓക്സിജൻ ആറ്റംസിൻ്റെ എണ്ണം റൈറ്റ് ഹാൻഡ് സൈഡിൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡ്, അതായത് X = X എന്ന് പറഞ്ഞ് കിട്ടുന്നുണ്ടെങ്കിൽ ജയിച്ചു. എൻ്റെ എന്താ പറ്റുന്ന മിസ്റ്റേക്ക് എന്ന് വെച്ചാൽ, ഞാൻ അന്ന് പബ്ലിക് എക്സാമിന് ചെയ്യുമ്പോൾ എനിക്ക് അതായത് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ 7 കിട്ടുമ്പോൾ റൈറ്റ് ഹാൻഡ് സൈഡിൽ 9 കിട്ടും. ഞാൻ എങ്ങനെ തിരിഞ്ഞും പറഞ്ഞ് നോക്കിയിട്ട് ശരിയായിട്ടില്ല. ലാസ്റ്റ് എന്തോ ഞാനെന്ന് പറയേണ്ടത് എനിക്ക് എഴുതിയ റിയാക്ഷനെ വെറുതെ ഞാൻ തിരിച്ചിട്ട് നോക്കി. അപ്പോൾ എന്ത് സംഭവിച്ചു, ലാസ്റ്റ് എന്തോ 8 ഓക്സിജൻ ആറ്റംസ് = 8 ഓക്സിജൻ ആറ്റം, ലെഫ്റ്റ് ഹാൻഡ് സൈഡ് റൈറ്റ് ഹാൻഡ് സൈഡ് ഈക്വലായി ബൂം. ഹെൻസ് ദ ഫോളോയിങ് റെഡോക്സ് റിയാക്ഷൻസ് ഈസ് ബാലൻസ്ഡ്. അങ്ങനെ ക്ലാസിക് ആയിട്ട് എന്താണ് ഒരു എന്താ പറയുക ഡയലോഗും എഴുതി കൊടുത്തിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ അയാളെ കൈ കൊടുക്കുമ്പോണ്ടല്ലോ ഒരു വേർത്തന്നെ ജാതി ഫീലാണ് കിട്ടിയതാണ്. ഐ ബിക്കേം എന്ന് പറയേണ്ടത് ഒരു വോറിയർ മെൻറ്റാലിറ്റി, വോറിയർ സ്പിരിറ്റിലാണ് യോദ്ധാവിനെ പോലെ അന്ന് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ആ ക്വസ്റ്റ്യൻ അറ്റംപ്റ്റ് ചെയ്തിട്ട് ലാസ്റ്റ് ഞാൻ അറ്റൻഡ് ചെയ്തൊരു ക്വസ്റ്റ്യൻ അത് വോറിയർ മെൻറ്റാലിറ്റിയിൽ. അപ്പോൾ എനിക്ക് അത്രമാത്രം ഫീൽ വരുന്നുണ്ട് ആ ഒരു റെഡോക്സ് റിയാക്ഷൻസിനെ പറ്റി പറയാം. വീരോചിതമായ പോരാട്ടത്തിനൊടുവിലാണ് എനിക്ക് ഈ ഒരു സംഭവം ശരിയായി കിട്ടിയത്. അപ്പോൾ നിങ്ങൾക്കും പ്രാക്ടീസിലൂടെ ഇത് ചെയ്യാൻ പറ്റും. ഞാനെന്ന് പറയേണ്ടത് എനിക്ക് പറ്റിയിട്ടാണ്, എന്തുകൊണ്ട് നിങ്ങൾക്കും അത് പറ്റൂ. പക്ഷേ എന്ത് ചെയ്യാം, നമ്മളിതിന്ന് കുറേ ക്വസ്റ്റ്യൻസ് ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ എന്തായാലും വരുന്നുണ്ട് 3 മാർക്കിന് ഷുവറായിട്ട് എന്തായാലും ക്വസ്റ്റ്യൻ വരും. അപ്പോൾ നമ്മളായിട്ട് തന്നെ വെറുതെ സ്കിപ്പ് അടിക്കേണ്ട ആവശ്യമില്ലല്ലോ, സംഭവം പഠിക്കുക. ഇതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ 2 മെത്തേഡിൻ്റെ റൂൾസ് പഠിച്ചു നോക്കുക. ഞാൻ അടുത്ത വീഡിയോയിൽ എന്താണ് ഇതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ഞാൻ ചെയ്യും. അതിൻ്റെ തൊട്ടടുത്തൊരു 3ാമത്തെ ഒരു വീഡിയോയിൽ ഞാൻ എൻ്റെ പബ്ലിക് എക്സാമിന് വന്ന എന്നെ
എന്നെ ഏറ്റവും കൂടുതൽ വിസ്മയിപ്പിച്ച ആ ഒരു ക്വസ്റ്റിന്, ദാറ്റ് ലെജൻഡറി ക്വസ്റ്റിനും കൂടി ഞാൻ ഡിസ്കസ് ചെയ്യും. അതോടുകൂടി നമുക്ക് ഈ ഒരു സെക്ഷനും തീർക്കാം. ഓക്കെ.